ഹലോ 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 ഹലോ. ഹായ്, സോ വെൽക്കം ടു ഹണി ബ്ലൂ. കുറച്ചപ്പോഴേ നല്ല മഴ പെയ്തു. അപ്പം തന്നെ എനിക്കൊരു വാനില കേക്ക് കഴിക്കാൻ നല്ല പൂതി. ഇപ്പം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ആ പൂതി അങ്ങോട്ട് മാറിയില്ല. സോ ലെറ്റ്സ് മേക്ക് എ വാനില കേക്ക് വിത്ത് എ കാരമൽ ഫ്ലേവർ. ഒരു തട്ടിക്കൂട്ട് കേക്കാന്ന് വേണമെങ്കിൽ പറയാം. സോ ലെറ്റ് സ്റ്റാർട്ട്. പിന്നെ ഞാൻ വന്നു. സോ നമുക്ക് ഇൻഗ്രീഡിയൻസ് എടുത്ത് വയ്ക്കാം. ഞാൻ എപ്പോഴും ഇൻഗ്രീഡിയൻസ് മറക്കാതിരിക്കാൻ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് മറന്നു പോകും. സോ നമുക്ക് ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു നോർമൽ വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാം. അതിന് മൈദ, പൗഡർഡ് ഷുഗർ, 2 എഗ്ഗ്, വാനില എസൻസ് ആൻഡ് ബേക്കിംഗ് പൗഡർ. ഇനി ഒരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് പൗഡർഡ് ഷുഗർ ബാച്ചായി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം ഫ്ലഫി ആയി കിട്ടണം. ഷുഗർ ആഡ് ചെയ്ത് ഒരു 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ലോണം ഫ്ലഫി ആയി കിട്ടും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഫസ്റ്റ് മൈദ തന്നെ ബാച്ച് ആഡ് ചെയ്ത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ മിക്സ് ആവാൻ പറ്റില്ല കേട്ടോ. ഇനി ബേക്ക് ചെയ്യുന്ന ട്രേയിൽ ബട്ടർ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്യുക. ഇനി നമ്മളുടെ ബാറ്റർ ഒഴിച്ചൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ എയർ ഫ്രയറിൽ 160 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സാണ് ബേക്ക് ചെയ്യാൻ വെച്ചത്. അതവിടെ ഇരുന്ന് ബേക്ക് ആവട്ടെ. നമുക്ക് ഈ ടൈം ഒരു കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. ലെറ്റ്സ് ഗോ. അതിനൊരു പാനിൽ 1/4 കപ്പ് ഷുഗർ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റായി വന്നതിന് ശേഷം ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്യുക. പിന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കാരമൽ സോസ് റെഡിയായി. ഇനി ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഉണ്ടാക്കാം. അതിനൊരു 1/2 കപ്പ് മിൽക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് വാനില എസൻസും കൂടെ ആഡ് ചെയ്യുക. അതും ഒന്ന് ബീറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ച് കാരമൽ സോസും കൂടെ കുറച്ച് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്ക് ആയി വന്നു. ഇനി കേക്ക് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം ഫോർക്ക് കൊണ്ട് ഇതേപോലെ കുത്തി കൊടുക്കുക. പിന്നെ ഷുഗർ സിറപ്പും കൊണ്ട് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ആക്കണം ഞാൻ വീഡിയോ എടുത്തതായിരുന്നു, പക്ഷേ വീഡിയോ ഓണായില്ല. എൻ്റെ മാത്രം തെറ്റാണ്. ഇനി മേലെ കാരമൽ സോസും കൂടെ സ്പ്രെഡ് ചെയ്യുക. നമ്മളുടെ വാനില കാരമൽ കേക്ക് റെഡിയായി. മുഖത്ത് ആ സന്തോഷം നോക്കിയേ. ഒറ്റ ഇരിപ്പിന് ഞാൻ ഈ വലിയ പീസ് അങ്ങോട്ട് തിന്ന് തീർത്തു. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും സാധനം കൊള്ളാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ശരി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.